ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗീതാഞ്ജലി ശ്രീജി യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പേര് ശ്രീഗൗരി എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഗീതാഞ്ജലി ശ്രീജി എന്നാണ്. അത് എന്താ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേറെ യൂട്യൂബ് ചാനലും ഉണ്ട്. ശ്രീഗൗരീസ് വീഡിയോ, ശ്രീഗൗരി, അങ്ങനെ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. ഞാനാണെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഞാനിപ്പോൾ കൂടുതൽ ഇതിലാണ് എടുക്കാറ്. മറ്റേ ഫോണ് ചില വേറെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേറൊരു ഹോം ടൂറായിട്ട് ഇടുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എൻ്റെ റൂം ടൂറും സ്റ്റഡി ടേബിളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർഗനൈസേഷൻ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തേക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പുതിയ വീടാണ്. നേരത്തെ ഞാൻ വാടക വീട്ടിലായിരുന്നു. ഇപ്പം എൻ്റെ പുതിയ വീടാണ്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബാൽക്കണി മേളിലെ വരാന്തയിലോട്ട് വന്നു. അവിടെ നിന്നുള്ള സീനറി ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ എടുത്ത് ഇവിടെ നിന്നുള്ള സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ പടിപ്പുരയാണിത്. പിന്നെ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് മേൽക്കൂര. ഇവിടെ ഓടും കൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. എങ്ങനെയെങ്കിലും ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. അവിടെ നമ്മളിങ്ങനെ കാണിക്കുമ്പം ഒരു ബ്രൗൺ സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് പോകുമ്പോൾ അവിടെ ആറാണ് കേട്ടോ. അവിടെ എനിക്കിപ്പോൾ കാണാനാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാനറിയില്ല. ഇവിടെ ഉള്ള ഒരു ബ്രൗൺ സാധനമൊക്കെ അത് ആറാണ്. ഇവിടെ നോക്കിയാൽ കാണത്തില്ല. പിന്നെ ഞാൻ ഒരു ഹോം ടൂറിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ കിടക്കുന്ന റൂമല്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടാണ് കിടക്കുന്നത്. അപ്പം അവിടെ ഒരു ബെഡുണ്ട്. അപ്പം അവിടെ ഇടുന്നതേ ഉള്ളൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ കിടക്കാനാണ്. അപ്പം എൻ്റെ സ്റ്റഡി ടേബിൾ ആ റൂമിലാണുള്ളത്. അപ്പം ഞാൻ അവിടെ ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂം ഫുള്ളൊന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഞാൻ വെച്ചേക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഇന്ന് കാണിക്കാം. ഹോം ടൂർ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ ഒന്നുകൂടെ പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വന്നത് കേട്ടോ. ഇതാണ് വരാന്ത. ഇവിടെ കൂടെ നോക്കിയാൽ താഴെ കാണാം പൂജാമുറിയാണ്. ഓക്കെ, ഇതിലേ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ പ്രൊജക്ടറാണ്. ഇവിടെ നല്ല അടിപൊളി പിങ്ക് ലൈറ്റുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ബ്ലൂ ലൈറ്റ് ഓണായി. ഇനി പിങ്ക് ലൈറ്റ്. ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ. അതാണ് പ്രൊജക്ടർ. അപ്പം ഞാനിനി നിങ്ങളെ എൻ്റെ സ്റ്റഡി ടേബിളും ഇതും കാണിച്ചാൽ ഓക്കെ. നിങ്ങൾ നോക്കിയിരുന്നു, ഇവിടെ വെട്ടമില്ല. അതുകൊണ്ട് ഇത് ഡോറാണ് കേട്ടോ. തുറക്കുമ്പോൾ ഭയങ്കര വെട്ടമായിരിക്കും. പ്രകാശമാണ്. അപ്പം ഇതാണ് ഈ റൂം എന്ന് പറഞ്ഞാൽ. ഈ ബെഡിലല്ല ഞാൻ കിടക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റൂമുണ്ട്. അതിതാ അപ്പുറത്താണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. അവിടെ ഷെൽഫൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ജനാലയുണ്ട്. ഇവിടെ 2 ബെഡുണ്ട്. ആരെങ്കിലും വരുമ്പോൾ ഒക്കെ കിടക്കും. എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് തട്ടുണ്ട്. വുഡും കൊണ്ടാണ് ഇത്. അല്ല എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പേസാണ് കേട്ടോ. അതിൽ അങ്ങനെ വെക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പം ഇനിയും എൻ്റെ സ്റ്റഡി ടേബിൾ. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയേ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞുതരാം. ഇങ്ങനെ മൂലയിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെയിം സ്ലിപ്പാണുള്ളത്. നെയിം സ്ലിപ്പേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇത് വേറൊരു ഡയറിയാണ്, പക്ഷേ ഞാൻ മണ്ടയ്ക്ക് ഞാൻ വരച്ചതാണ്. ഇതും ഇതുപോലെ തന്നെ ഞാൻ വരച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാം നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇതാണ്. പിന്നെ ഇങ്ങനത്തെ വരുവാണെങ്കിൽ ഞാനിപ്പോൾ പഠിക്കാൻ പോയത് വെള്ളം നമുക്ക് അത്യാവശ്യമാണ് സ്റ്റഡി ടേബിൾ. അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്യും. അപ്പം ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ചാട്ടോ. അത് ഞാനിപ്പം ഇനിയും നാളെ അവധി ആയതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചാൽ.
പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസാണ്. ഇത് ഫുൾ പെന്നാട്ടോ, ഒരു റെഡ് പെൻ, ഒരു പെൻസിൽ, കുറച്ച് പേന. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റാപ്ലെയർ ഉണ്ട്, ഹൈലൈറ്റർ 3 ഉണ്ട്, ഒരു വൈറ്റ്നർ, ഒരു മാർക്കറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ടേബിൾ കലണ്ടർ കേട്ടോ. ഇതിപ്പോൾ നവംബർ മാസം ഞാൻ ഇപ്പോൾ ഇട്ട് വെച്ചതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റഡി ലാമ്പ് വേണ്ടേ? പക്ഷേ സ്റ്റഡി ലാമ്പ് വേണ്ട, വെറുതെ ആവശ്യമില്ല. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ ഓണാക്കി കേട്ടോ, കണ്ടോ? ഇവിടെ സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെട്ടം നമ്മുടെ ടേബിളിലോട്ട് കിട്ടും. അത് ഞാൻ ഇട്ടിട്ടാണ് പഠിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബുക്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ചിലതൊക്കെ കയറിയിട്ടുണ്ട്, കാണിച്ചു തരാവേ, ഒരു മിനിറ്റ്. ഇവിടെ എൻ്റെ ടെക്സ്റ്റ് ഞാൻ വെക്കും, ഇവിടെ എൻ്റെ നോട്ട് വെക്കും, ഇവിടെ റഫ്, പിന്നെ ടെസ്റ്റ് പേപ്പർ, റഫ് ടെസ്റ്റ് പേപ്പറിനുള്ള പേപ്പർ, പിന്നെ ഞങ്ങൾക്ക് സംസ്കൃതജ്ഞാനമുണ്ട്, അതുണ്ട്. പിന്നെ ഞാൻ വീട്ടിലെഴുതുന്ന ഹോം ബുക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തുറക്കുകയാണെങ്കിൽ വലിയ സാധനങ്ങളൊന്നും ഞങ്ങൾ വെച്ച് തുടങ്ങിയില്ല. പിന്നെ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഈ ഇതിന് അപ്പുറത്തൊരു കുഞ്ഞു സാധനം കണ്ടു, അത് പെർഫ്യൂമാണെന്ന് വിചാരിക്കല്ലോ കേട്ടോ. ഇത് തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ്, മൈഗ്രെയിനുള്ള ബാഷ്പിക തുളസി എന്ന് പറഞ്ഞതാണ്. ഇതെനിക്ക് കസേരയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഞാൻ സത്യം പറഞ്ഞ ഇതെന്താണെന്ന് വിചാരിക്കും. എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മുടെ പരീക്ഷ എഴുതുന്ന എക്സാം ബോർഡില്ലേ, ബോർഡ് വെച്ച് ചാരി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അതെടുത്ത് മാറ്റിക്കൊണ്ടാണ് ഞാൻ ഇതിവിടെ തൽക്കാലം വെച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞു ബാഗുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാഗ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പിന്നെ ഒരു കുഞ്ഞു ബുക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്കുകളാട്ടോ, അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരിതുകൊണ്ട്, പക്ഷെ ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് എനിക്ക് വെക്കാനുള്ള അത്ര സാധനങ്ങളൊന്നുമില്ല. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ട്, ഇവിടെ സ്പേസാണ്. ഇത് ഞാൻ നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ ഇതിൽ 2 പെൻസിലുണ്ട്. ഇതിൽ എൻ്റെ വാച്ച് ഇടുന്ന ബോക്സ്, വാച്ച് താഴെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറാണ്. പിന്നെ ഒരു പൗച്ചുണ്ട് എൻ്റെ പണ്ടത്തെ കൊണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വൃത്തികേടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഭയങ്കര വൃത്തികേടാണ്. ഞാൻ ഇത് നോക്ക്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കൂടെ ഭയങ്കര ചീത്തയായിട്ടോ. എൻ്റെ അകം നോക്കുകയാണെങ്കിൽ ബോധം കെട്ട് പോകും. ഇത്രയ്ക്ക് ചീത്തയായി എന്ന് പറഞ്ഞാൽ ചീത്തയായി. അതുകൊണ്ട് ഞാൻ പുതിയ പൗച്ച് മേടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതും ചീത്തയായിട്ടോ. ഇതിൽ ബോക്സിൻ്റെ കട്ടർ പോയി, അത് പൊട്ടി, ഇവിടെ സൈഡിൽ പൊട്ടി. പിന്നെ അതൊക്കെ കൂടെ ചീത്തയായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല. വെറുതെ ഇങ്ങനെ പെൻസിലിട്ട് വെക്കാമെന്നല്ലാതെ കാരണം ഗുണമില്ല. പിന്നെ ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിലാണ് നമ്മുടെ ബാഗ്സ് വെക്കേണ്ടത്. അമ്മ എന്നോട് പ്രത്യേകിച്ച് പറയുന്നതാണ്, ബാഗ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ലെഗ് വെക്കുന്ന ഇവിടെ വെക്കും. അപ്പം അങ്ങനെ വെക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പേസ് തന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു തട്ടാക്കി വെക്കാമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ റൂം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ റൂമിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ വ്യൂ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാനൊരു വേഗം ഒരു ഹോം ടൂറായിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.